ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസം. പ്രത്യേകിച്ചു ഹജ്ജാജുമാരൊക്കെ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട സമയങ്ങളാണ്. ഏറ്റവും പുണ്യമുള്ള ഹജ്ജ് ചെയ്യുന്ന സമയം കൂടിയാണ്. ഹജ്ജുകൾ ചെയ്യുമ്പോൾ ഇവിടെ നാം സൽക്രമങ്ങളെ കൊണ്ടും പുണ്യങ്ങളെ കൊണ്ടും ധന്യമാക്കേണ്ടതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശറ. അല്ലാഹുവിലേക്ക് ഏറ്റവും ഹുബ്ബുള്ള, മഹബ്ബത്തുള്ള, ഇഷ്ടമുള്ള, ഏറ്റവും പ്രിയമുള്ള ഒരു ദിനവുമില്ല. അള്ളാഹുവിന് വേണ്ടി സൽക്രമം ചെയ്യൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു ദിനവുമില്ല. ഈ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശറ, ഈ 10 അശറായ ഈ 10 ദിവസങ്ങളെക്കാളും അള്ളാഹുവിന് സൽക്രമങ്ങളെ കൊണ്ട് അടുക്കാൻ ഏറ്റവും മഹബ്ബത്തുള്ള മറ്റൊരു ദിനവും ഇല്ല. അള്ളാഹുവിന് ഏറ്റവും മഹബ്ബത്തുള്ള സൽക്രമങ്ങൾ ധാരാളം ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിനങ്ങളായിട്ട് അള്ളാഹു നിശ്ചയിച്ചതാണ് 10 ദിനം. അതുകൊണ്ട് തന്നെ നാം ഏറ്റവും അള്ളാഹുവിന് മഹബ്ബത്തുണ്ടാക്കിയെടുക്കണം. ധാരാളം സൽക്രമങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ദിക്റുകൾ, നിസ്കാരങ്ങൾ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട 10 ദിനങ്ങളാണ്. സ്വഹാബത്ത് ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മമാണല്ലോ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെയുള്ള ശത്രുക്കൾ സംഘടിക്കുമ്പോൾ അവർക്കെതിരെ ഒക്കെ യുദ്ധം ചെയ്യുക എന്നത്. ആ വലിയ ശ്രേഷ്ഠമായ ആ സൽക്രമത്തെക്കാളും ഈ 10 ദിവസം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ, നന്മകൾ ചെയ്താൽ പ്രതിഫലം ലഭിക്കുമോ നബിയെ? യുദ്ധം ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കുമോ? അവിടെന്ന് പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഈ 10 ദിവസത്തെ നിസ്കാരത്തിന്, ദിക്റിന്, തസ്ബീഹിന്, സ്വലാത്തിന് പുണ്യമുണ്ട്. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട്, അവന്റെ സമ്പത്ത് കൊണ്ട് പുറപ്പെട്ടു, എന്നിട്ട് അവൻ ഷഹീദായി മരിച്ചു, അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ജിഹാദ് ചെയ്തവൻ ഒഴികെ വേറെയുള്ള ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ 10 ദിവസത്തെ സൽക്രമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, മാ മിൻ അയ്യാമിൻ അഫ്ളൽ ഇൻദല്ലാഹി വലൽ അമലു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഒറ്റ ദിവസവും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായതും അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഹുബ്ബുള്ളതുമായ, സൽക്രമം ചെയ്യൽ പ്രിയപ്പെട്ടതുമായ മറ്റൊരു ദിനവുമില്ല. ഈ പരിശുദ്ധമായ 10 ദിനത്തെക്കാളും ശ്രേഷ്ഠമുള്ള ഒരു ദിനവും നമ്മുടെ ഓരോ ദിവസങ്ങളുണ്ട്. മുഹറം മുതൽ 1 മുതൽ അടുത്ത മുഹറം 1 വരെയുള്ള ദിനങ്ങളുണ്ട്. ഓരോ മാസങ്ങളുണ്ട്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, അങ്ങനെ ഏത് മാസങ്ങളിലുള്ള സൽക്രമങ്ങളെക്കാളും ഈ 10 ദിനത്തിലെ സൽക്രമത്തെക്കാൾ അല്ലാഹുവിന് മഹബ്ബത്തുള്ള, ശ്രേഷ്ഠമുള്ള മറ്റൊരു സൽക്രമവുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നു, ഫക്തിറു ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, നിങ്ങൾ ഈ ദിനങ്ങളിൽ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് നാം ഇത് കേൾത്താ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ദിവസവും ധാരാളം വർദ്ധിപ്പിക്കണം. നിശ്ചിത എണ്ണം നിശ്ചയിച്ചോ, 500 1000 ചൊല്ലിക്കോ. വതക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കണം. വദിക്രില്ലാ,
അള്ളാഹുവിന് മറ്റു ദിക്റുകൾ, വേറെയും പല ദിക്റുകളുമുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വഇന്ന സിയാമ യൗമിൻ മിൻഹാ യഅദിലു ബിസിയാമി സന. ഈ 10 ദിവസത്തിലെ ഒറ്റ നോമ്പ് ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമാണ്. വൽഅമല ഫീഹിന്ന യുളാഅഫു ബിസബഇമിഅത്തി ളിഅഫ്. ഈ 10 ദിവസം പുണ്യകർമ്മം ചെയ്താൽ 700 ഇരട്ടി പുണ്യകർമ്മമാണ്. ഒരു നോമ്പിന് ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലമാണ്. ഇങ്ങനെ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വഖിയാമു കുല്ലി ലൈലത്തിൻ ഫീഹാ ബിഖിയാമി ലൈലത്തിൽ ഖദർ. റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഈ ദിവസത്തിലെ ഓരോ രാത്രിയിലും നിസ്കാരം നിർവഹിക്കുക എന്നത് ലൈലത്തുൽ ഖദറിലെ നിസ്കാരത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തെ നാം മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ഇബാദത്ത് ചെയ്യുക. ഈ ദിവസത്തിൽ അറഫ നോമ്പ് വരാനുണ്ട്. അതുപോലെ മറ്റു ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഈ 10 ദിവസത്തിൽ പ്രത്യേകം സുന്നത്തുള്ള പല കാര്യങ്ങളുമുണ്ട്. നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ. ദിൽഹിജ്ജ 9 ദിവസവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ്. അതുപോലെ ചില മഹാന്മാർ ദുൽഹിജ്ജ 10 ദിവസം വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന സൂറത്ത് ദിവസവും മുതൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ 10 ദിവസം ഒരു മൃഗങ്ങളെ കാണുമ്പോൾ, ആട്, മാട്, പോത്ത്, മൂരി, കാള ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒട്ടകം, ഇങ്ങനെയുള്ള ആട്, മാട്, ഒട്ടകം, ഈ 3 വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ കണ്ടാൽ അല്ലാഹു അക്ബർ എന്ന ഒറ്റ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അത് നമ്മൾ മറക്കാതെ ചൊല്ലുക. അതുപോലെ ഒരു മൃഗത്തിന്റെ, ആടിന്റെ മേന്നുള്ള ഒച്ച കേട്ടാൽ, അല്ലെങ്കിൽ മാടിന്റെ ഒച്ച കേട്ടാല്, ശബ്ദം കേട്ടാല് അവിടെയും അല്ലാഹു അക്ബർ എന്ന ഒറ്റ വട്ടം തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ അറഫയുടെ നോമ്പ് പ്രത്യേകം സുന്നത്താണ്. അത് അവന്റെ ദോഷങ്ങൾ പൊറുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ 9 അറഫ. അതോടുകൂടെ ദുൽഹിജ്ജ 8 നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. ദുൽഹിജ്ജ 9 ദിവസവും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരുന്നാക്കും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3 ദിവസം, അയ്യാമുത്ത് തശ്രീഖ് 4 ദിവസം, ദുൽഹിജ്ജ 10, 11, 12, 13 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാകുന്നതാണ്. ഈ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇൻഷാ അല്ലാഹ് വേറെയും ചില സുന്നത്തുകൾ ഈ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അറഫ ദിവസം, അതായത് ദുൽഹിജ്ജ 9 സുബിഹി മുതൽ, എന്ന് അറഫ സുബിഹിക്ക് മുതൽ, വൈകുന്നേരമല്ല, അറഫ ദിവസം തന്നെ പെരുന്നാളിന്റെ തലേ ദിവസത്തെ സുബിഹി മുതൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എല്ലാ നിസ്കാരത്തിന്റെ ഉടനെ, സലാം വിട്ട് ഉടനെ ചെല്ല. സുബിഹിക്ക് ശേഷം ചെല്ല. പെരുന്നാളിന്റെ തലേദിവസം തന്നെ അറഫ ദിവസം, പെരുന്നാളിന്റെ പെരുന്നാളിന്റെ പകലിന്റെ രാത്രിയിലല്ല, അതിന്റെ മുന്നത്തെ സുബിഹി, പെരുന്നാളിന്റെ തലേ ദിവസത്തെ ഏറ്റവും രാവിലത്തെ സുബിഹി മുതൽ. പെരുന്നാക്കുള്ള സുബിഹി അല്ല പറയുന്നത്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നിസ്കരിച്ച ഉടനെ സലാം വിട്ടി ഉടനെയാണ് സുന്നത്ത്. എപ്പോൾ മറന്നാൽ പിന്നെയും ചെല്ലാം. ലോഹറിന്റെ ശേഷം ചെല്ല, അസറിന്റെ ശേഷം ചെല്ല, എല്ലാ നിസ്കാരത്തിന്റെ ശേഷം. എന്നല്ല, സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം ചെല്ലൽ സുന്നത്താണ്. മയ്യത്ത് നിസ്കാരത്തിന്റെ ശേഷം അടക്കം. അത് പെരുന്നാക്കും ചെല്ലണം. പെരുന്നാളിന്റെ തലേ ദിവസം സുബഹി മുതൽ തുടങ്ങണം. ഏത് സുന്നത്ത് നിസ്കരിച്ചാലും ചെല്ലാം. ലോഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചാലും തക്ബീറില്ല. ശേഷം അതുപോലെ വിത്ർ, ദുഹ, പിന്നെ അതുപോലെ അയ്യാമുത്ത് തശ്രീഖിലും പെരുന്നാൾ ദിവസവും, പിന്നെ പെരുന്നാളിന്റെ 3 ദിവസം, പിന്നെയും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3 ദിവസം, 10 പെരുന്നാൾ, 11, 12, 13, അയ്യാമുത്ത് തശ്രീഖിന് അവസാന ദിവസം 13ന്റെ അന്ന് അസർ വരെ ഈ തക്ബീർ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും സുന്നത്താണ്.
അതുപോലെ പെരുന്നാളിന് മഗ്രിബ് മുതൽ, പെരുന്നാൾ രാവിന് മഗ്രിബ് മുതൽ എല്ലാ സമയത്തും ഉറക്ക തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അത് സുന്നത്താണ്. ഇത്തരം സുന്നത്തുകളൊക്കെ നാം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം പെരുന്നാളിന്റെ രാത്രി ജീവിപ്പിക്കൽ, രാത്രി ഹയാത്താക്കൽ, പെരുന്നാൾ രാവിന് പത്ത് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് ഹയാത്താക്കൽ സുന്നത്താണ്. കുറെ സമയങ്ങൾ ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയാൽ മതി. രാത്രിയുടെ കുറച്ചിറങ്ങിയിട്ടൊരു കുഴപ്പമില്ല, എന്നാലും ഹയാത്താക്കിന് കൂലി കിട്ടും. അവൻക്ക് ഈമാൻ സംരക്ഷിക്കപ്പെടുമെന്ന്, അത് കാരണം അവന്റെ ഖൽബ് ഹയാത്താകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മഗ്രിബ് മുതലുള്ള തക്ബീർ എപ്പോഴും ചൊല്ല, നിസ്കാരത്തിന് ശേഷം മാത്രമല്ല. അത് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം അല്ലെങ്കിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീർ ചൊല്ലുന്നത് വരെയാണ് അതിന്റെ സമയം. അത് ഉറക്ക ചെല്ലലാണ് പുരുഷന്മാർക്ക് പ്രത്യേകം സുന്നത്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം സുന്നത്തുകൾ, മൃഗങ്ങളെ കാണുമ്പോഴുള്ള സുന്നത്ത്, അതൊക്കെ ചെയ്യണം എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.